വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഊസ് ദേശത്ത് ജീവിച്ചിരുന്ന ഇയ്യോബ് ദൈവഭക്തനും നിഷ്കളങ്കനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും വലിയ മൃഗസമ്പത്തും ദാസജനവും ഉണ്ടായിരുന്നു. ദൈവം ഇയ്യോബിൻ്റെ വിശ്വാസം പരീക്ഷിക്കാൻ സാത്താനെ അനുവദിക്കുന്നു. സാത്താൻ ഇയ്യോബിൻ്റെ സമ്പത്തും മക്കളെയും നശിപ്പിക്കുന്നു. സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് അവൻ പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല. ജോബ് 1-ാം അധ്യായം 21-22 തിരുവചനങ്ങൾ. സാത്താൻ വീണ്ടും ദൈവത്തോട് ഇയ്യോബിൻ്റെ ശരീരം തൊടാൻ അനുമതി തേടുന്നു. ദൈവം അനുമതി നൽകുന്നു, പക്ഷേ ജീവൻ സംരക്ഷിക്കണമെന്ന് പറയുന്നു. ഇയ്യോബ് ഗുരുതരമായ ചൊറിച്ചിലുകൾ അനുഭവിക്കുന്നു. അവൻ ചിതാഭസ്മത്തിലിരുന്ന് തൻ്റെ ശരീരം ചുരണ്ടുന്നു. ഭാര്യ ഇയ്യോബിനോട് ദൈവത്തെ ശപിച്ച് മരിക്കാനാണ് ഉപദേശിക്കുന്നത്. ഭാര്യയുടെ ഉപദേശത്തോട് പ്രതികരിക്കുമ്പോൾ ഇയ്യോബ് ദൈവത്തോടുള്ള ആത്മാർത്ഥതയും നീതിയും നിലനിർത്തുന്നു. ജോബ് ഭാര്യയോട് പറഞ്ഞു, ഭോഷത്വം പറയുന്നു. ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? ഇക്കാര്യങ്ങളിലൊന്നും ജോബ് നാവുകൊണ്ട് പാപം ചെയ്തില്ല. ജോബ് 2-ാം അധ്യായം 10-ാം തിരുവചനം. ദീർഘനാളത്തെ മൗനത്തിന് ശേഷം ഇയ്യോബ് തൻ്റെ ജനനദിനത്തെ ശപിച്ചു. അവൻ തൻ്റെ ദുഃഖം തുറന്നു പറയുന്നു. ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെടട്ടെ, ഒരാൺകുട്ടി രൂപം കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ രാത്രി ശപിക്കപ്പെടട്ടെ. ജോബ് 3-ാം അധ്യായം 3-ാം തിരുവചനം. ജോബിൻ്റെ ദുഃഖത്തിൻ്റെ ആഴം ഇവിടെ പ്രകടമാകുന്നു. ജനനദിനം വരെ ശപിക്കുന്ന അവസ്ഥയിലേക്ക് അവൻ എത്തുന്നു. ജീവൻ നഷ്ടപ്പെടാതെ ദുഃഖം അനുഭവിക്കുന്നതിൻ്റെ അർത്ഥമെന്ത് എന്ന ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഇതിലൂടെ മനുഷ്യൻ്റെ ദുഃഖം, ആത്മവേദന, ദൈവത്തോടുള്ള ചോദ്യങ്ങൾ തുടങ്ങിയവയുടെ ആഴം പ്രതിഫലിക്കുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.